friends, the Honest Malabarian എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഹൂണ്ടായുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആയിട്ടാണ്. ഇത് 6.5 kg വന്നിരിക്കുന്നത്. 1200 RPM ഇതിന്റെ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹൂണ്ടായി എന്ന് പറയുന്ന കമ്പനി പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. കൊറിയാണ് ഈ പ്രൊഡക്റ്റിന് ഡിസൈൻ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്നോഫ്ലേക്ക് ഡിസൈൻ ആണ് ഡ്രമ്മിന് കമ്പനി നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ടെമ്പിൾ വാഷ് പ്രോഗ്രാമും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വാഷ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ചൈൽഡ് ലോക്ക് ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ കമ്പനി നൽകിയിട്ടുണ്ട്. LED ഡിസ്പ്ലേ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓട്ടോ വെയിറ്റനിങ് ഇതിനകത്ത് ഉണ്ട്. പിന്നെ എറർ കോഡ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എറർ കോഡായിട്ട് ഡിസ്പ്ലേയിൽ വരുന്നതാണ്. പിന്നെ ഓട്ടോ ബാലൻസും കമ്പനിയിൽ നൽകിയിട്ടുണ്ട്. ഹൈ ടെമ്പറേച്ചർ ഡ്രം ക്ലീന് ഓപ്ഷനും കമ്പനിയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഇക്കോ ഫാബ്രിക് കെയറും കമ്പനി ഇതിന് ഫീച്ചേഴ്സ് ആയിട്ട് നൽകിയിട്ടുണ്ട്. 15 വാഷിംഗ് പ്രോഗ്രാംസ് ആണ് ഇതിനകത്ത് കമ്പനി നൽകിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇത് മാറ്റി നമുക്ക് ഓരോ വാഷിംഗ് പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. LED ഡിസ്പ്ലേ ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ടൈമറിലാണ് ഓരോ വാഷ് പ്രോഗ്രാംസിന്റെ ടൈമിംഗ് ഇതിനകത്ത് കാണിക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ചൈൽഡ് ലോക്കിന്റെ ബട്ടണും അതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെയാണ്. അതുകൂടാതെ ഡിലേ സ്റ്റാർട്ടിന്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സ്റ്റാർട്ട് പോസ് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഫങ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മോണിറ്ററും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ ഡ്രം ക്ലീൻ ചെയ്യാനുള്ള ഒരു ബട്ടണാണ് ഇത്. ഡിറ്റർജൻറ്റ് ഈ ഭാഗത്താണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോഷൻ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റീൽ ഡ്രം ആണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. ഈ ഡിസൈന് കമ്പനി കൊടുത്തിരിക്കുന്ന പേര് സ്നോഫ്ലേക്ക് ഡ്രം എന്നാണ്. പ്രൊഡക്റ്റിന് 2 ഇയർ വാറണ്ടിയും മോട്ടറിന് 10 ഇയർ വാറണ്ടിയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. നമ്മുടെ വാഷ് പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്ന അഴുക്കെല്ലാം വന്ന് അടിയുന്നത് ഇതിലാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡസ്റ്റും കാര്യങ്ങളൊക്കെ വാഷ് പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്താണ് അടിഞ്ഞിരിക്കുന്നത്. അത് നമുക്കിത് ഓപ്പൺ ചെയ്ത് മന്ത്ലി ഒന്ന് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈഡ് ഡിസൈൻ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഫുൾ കവേർഡ് ആയിട്ടുള്ള ബാക്ക് കവറാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ കേബിളിനും അത്യാവശ്യം നീളമുണ്ട്. ഇത് വാട്ടർ ഇൻസൈഡിലേക്ക് പോകുന്ന പൈപ്പാണ്. അതുകൂടാതെ തന്നെ ഇത് പുറത്തേക്ക് വെള്ളം പോകുന്നതിൻ്റെ പൈപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. ഹൂണ്ടായി ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ആമസോണിലെ റേറ്റ് വന്നിരിക്കുന്നത് 31,990 ഇത് 8 kg റേറ്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. 7 kg അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ 8 kg ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 15 വാഷ് പ്രോഗ്രാമാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ പ്രോഗ്രാംസ് നോക്കി പോവുകയാണെങ്കിൽ കോട്ടൺ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് കോട്ടൺ ക്ലോത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് സിന്തറ്റിക് എന്നുള്ളതാണ്. അത് ഷർട്ട് കോഡ്സ്, അതായത് ഈ പ്രോഗ്രാമിൽ ബബിൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വാഷ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് സിന്തറ്റിക് എന്ന് പറയുന്നത്. ബേബി കെയർ എന്നുള്ള ഇത് യൂസ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് റാപ്പിഡ് 45, അതായത് അധികം അഴുക്കില്ലാത്ത ഡ്രസ്സ് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് വാഷ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് റാപ്പിഡ് 45 എന്ന് പറയുന്നത്. മിക്സ് എന്നുള്ള പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്, അതായത് കോട്ടനും സിന്തറ്റിക്കും ആയിട്ടുള്ള ക്ലോത്ത് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് മിക്സ് എന്നുള്ളത്. പിന്നെ വരുന്നത് ജീൻസ് ആണ്. അത് ജീൻസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. 20 ഡിഗ്രി എന്നുള്ളതാണ് അടുത്ത പ്രോഗ്രാം. അതായത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് അത്. ക്വിക്ക് 15, അതായത് അഴുക്ക് കുറവുള്ള ഡ്രസ്സ് ചെറിയ എമൗണ്ടിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണത്. പിന്നെ വരുന്നതാണ് സ്പിന്നുള്ളി, അതായത് എക്സ്ട്രാ സ്പിൻ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന പ്രോഗ്രാമാണത്. അടുത്ത വോൾ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അത് ജെന്റലി ആയിട്ട് വാഷ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണത്, ഡ്രസ്സിന് അധികം ഡാമേജ് ഒന്നും വരുത്താതെ. റേസ് ആൻഡ് സ്പിന്ന്, അതായത് എക്സ്ട്രാ റേസും സ്പിന്നും ചെയ്യുന്നതിന് നമുക്ക് ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. സ്പോർട്ട് വെയർ അടുത്ത പ്രോഗ്രാം വരുന്നത്. അത് സ്പോർട്സ് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇക്കോ 40, അതായത് ലോണ്ടറി വാഷിങ് 40 ഡിഗ്രിക്ക് 60 ഡിഗ്രിക്ക് ഇടയ്ക്കായിരിക്കും. അത് എനർജി സേവിങ് കൂടിയാണെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്.